ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേര ഫെഡിലും ഭാരതീയ ചികിത്സാ വകുപ്പിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. കേരള PSC വഴിയാണ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. 30/7/2024 ഗസറ്റഡ് ഡേറ്റിലാണ് പുതിയ വിജ്ഞാപനം വന്നിരിക്കുന്നത്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം കേര ഫെഡിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 242/2024 കാറ്റഗറി നമ്പർ വരുന്നത്. ശമ്പളം 26,500 മുതൽ 56,700 രൂപ വരെയാണ് ലഭിക്കുക. 2 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. നേരിട്ടുള്ള നിയമനമാണ് നടത്തുന്നത്. പ്രായപരിധി വരുന്നത് 18 മുതൽ 40 വയസ്സ് വരെയാണ്. 2/1/1984 1/1/2006 ഇടയിൽ ആ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്കും മറ്റു പിന്നാക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കും നിയമാനുസൃതമായി വയസ്സിളവ് ലഭിക്കുന്നതായിരിക്കും. ഇതിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ MCA അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT-യിലുള്ള BTech അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിലുള്ള MSc ഉള്ളവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്തത് കേര ഫെഡിൽ തന്നെ അസിസ്റ്റന്റ് മാനേജർ സിവിൽ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 234/2024 കാറ്റഗറി നമ്പർ വരുന്നത്. ശമ്പളം 40,500 മുതൽ 85,000 രൂപ വരെയാണ് ലഭിക്കുക. ഒരൊഴിവാണ് വന്നിട്ടുള്ളത്. പ്രായപരിധി വരുന്നത് 18 മുതൽ 40 വയസ്സ് വരെയാണ്. 2/1/1984 1/1/2006 ഇടയിൽ ആ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളവർക്കും മറ്റു പിന്നാക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കും നിയമാനുസൃതമായി വയസ്സിളവ് ലഭിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് UGC അംഗീകൃത സർവകലാശാലയിൽ നിന്നോ കേന്ദ്ര സർക്കാർ സ്ഥാപിതമായ ദേശീയ സ്ഥാപനങ്ങളിൽ നിന്നോ കേരള സർക്കാർ സ്ഥാപനമായ സ്ഥാപനങ്ങളിൽ നിന്നോ നേടിയിട്ടുള്ള സിവിൽ എഞ്ചിനീയറിംഗിലുള്ള ബാച്ചിലർ ബിരുദമാണ്. കൂടാതെ സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖല അല്ലെങ്കിൽ അംഗീകൃത സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിലെ സമാന മേഖലയിലുള്ള 3 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. അടുത്തത് കേര ഫെഡിൽ അനലിസ്റ്റ് തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 244/2024 കാറ്റഗറി നമ്പർ വരുന്നത്. ശമ്പളം 22,200 മുതൽ 48,000 രൂപ വരെയാണ് ലഭിക്കുക. ഒരൊഴിവാണ് വന്നിട്ടുള്ളത്. നേരിട്ടുള്ള നിയമനമാണ് നടത്തുന്നത്. പ്രായപരിധി വരുന്നത് 18 മുതൽ 40 വയസ്സ് വരെയാണ്. 2/1/1984 1/1/2006 ഇടയിൽ ആ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്കും മറ്റു പിന്നാക്ക വിഭാഗത്തിലുള്ളവർക്കും നിയമാനുസൃതമായി വയസ്സിളവ് ലഭിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് കെമിസ്ട്രിയിലോ അനലിറ്റിക്കൽ കെമിസ്ട്രിയിലോ ഓയിൽ ടെക്നോളജിയിലോ ഉള്ള ബിരുദമാണ്. അടുത്തത് ഭാരതീയ ചികിത്സാ വകുപ്പിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ആയുർവേദ തെറാപ്പിസ്റ്റ് തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. 251/2024 കാറ്റഗറി നമ്പർ വരുന്നത്. ശമ്പളം 27,900 മുതൽ 63,700 രൂപ വരെയാണ് ലഭിക്കുക. ജില്ലാ അടിസ്ഥാനത്തിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. കോട്ടയം 3, എറണാകുളം 1, കോഴിക്കോട് 1. നേരിട്ടുള്ള നിയമനമാണ് നടത്തുന്നത്. പ്രായപരിധി വരുന്നത് 18 മുതൽ 36 വയസ്സ് വരെയാണ്. 2/1/1988 1/1/2006 ഇടയിൽ ആ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്കും മറ്റു പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളവർക്കും നിയമാനുസൃതമായി വയസ്സിളവ് ലഭിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. കൂടാതെ കേരള സർക്കാർ അംഗീകരിച്ച മാസ്റ്റേഴ്സ് ട്രെയിനിങ് കോഴ്സ് അല്ലെങ്കിൽ ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് പാസ്സായിരിക്കണം. അപ്പോൾ ഇത്രയുമാണ് വേക്കൻസി ഡീറ്റെയിൽസ് വരുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. www.keralapsc.gov.in എന്ന വെബ്സൈറ്റ് വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം വേണം അപ്ലൈ ചെയ്യുവാൻ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുക. അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 4/9/2024 ബുധനാഴ്ച രാത്രി 12 മണി വരെയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് നോട്ടിഫിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നന്നായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.